ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയം വിഷു സംക്രമവും ഈ വിഷുവർഷം മേടം മുതൽ മീനൻ രാശി വരെയുള്ള 12 രാശിക്കാർക്കും എപ്രകാരം ശുഭാശുഭ ഫലങ്ങൾ പ്രദാനം ചെയ്യുന്നുവെന്ന വിഷയവുമാകുന്നു. മീനശനി ഇടവവ്യാഴം കൊല്ലവർഷം 1200 മേടമാസം 1-ാം തീയതി, അതായത് 2025 ഏപ്രിൽ മാസം 14-ാം തീയതി പുലർച്ചെ 3:13 മേടരവി സംക്രമം വിഷുദിനമായി ലോകമെങ്ങും ആചരിക്കാൻ പോകുന്നത്. എല്ലാ വർഷവും വിഷു വരും, തിരുവോണം വരും, ഒക്കെ വരും. മലയാള വർഷത്തിൽ വളരെ പ്രാധാന്യത്തോടു കൂടി ആഘോഷിച്ചു വരുന്ന 3 ഉത്സവങ്ങളാണ് മേടമാസത്തിലെ വിഷുവും, ചിങ്ങമാസത്തിലെ തിരുവോണവും, ധനുമാസത്തിലെ തിരുവാതിരയും. വളരെയധികം പ്രാധാന്യങ്ങളും ഐതിഹ്യങ്ങളും ഒക്കെ ഉണ്ട്, നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. ഇവിടെ മേടത്തിൽ രവി സംക്രമിക്കുന്ന ഈ മാസം വസന്ത ഋതുവാകുന്നു. സൂര്യൻ മേടത്തിലേക്ക് സംക്രമിക്കുന്നത് ചോതി നക്ഷത്രം 2-ാം പാദത്തിലും പ്രതിപദം കറുത്തപക്ഷത്തിലെ പ്രഥമ തിഥിയിലും പന്നി കരണത്തിലും വജ്രനാമ ചന്ദ്രാർക്ക യോഗവും കൂടിയ സമയമാണ്. തുലാൻ രാശിയിലാണ് ചോതി നക്ഷത്രം, നിങ്ങൾക്ക് ഏവർക്കും അറിയാം, തുലാൻ രാശിയാണ്. തുലാൻ രാശിയിലാണ് മേഷരവി സംക്രമം. അന്ന് തത്സമയം വരുന്നത് കുംഭ ലഗ്നത്തിലാണ് ഈ മേഷരവി സംക്രമം വരുന്നത്. അതിനാൽ സാമാന്യമായി നമുക്ക് ഫലം പറയേണ്ടിയിരിക്കുന്നു. മേടം മുതൽ 12 രാശിക്കാരുടെയും ഫലം നമുക്ക് ഓരോ രാശിയിലുമായി ചർച്ച ചെയ്യാം. പക്ഷേ ഈ വരുന്ന സമയം കുംഭൻ രാശിയിലാണ്. അതിനാൽ വളരെയധികം നന്മകൾ പ്രദാനം ചെയ്യുന്ന ഒരു സമയത്താണ് മേടരവി സംക്രമം. ഇന്ന് കുംഭൻ ലഗ്നത്തിൽ ഗ്രഹങ്ങളൊന്നുമില്ല. 2-ാം ഭാവത്തിൽ സൂര്യൻ, ബുധൻ, ശുക്രൻ, രാഹു, ശനി, 4-ൽ വ്യാഴം, 6-ാം ഭാവത്തിൽ ചൊവ്വ, അഷ്ടമത്തിൽ കേതു, 9-ാം ഭാവത്തിൽ ചന്ദ്രൻ. ഇങ്ങനെയാകുന്നു ഗ്രഹസ്ഥിതി. സൗഭാഗ്യാത്മജ മിത്രബന്ധു ധനവാഗ് ധർമ്മസ്ഥിതേ ശീതകവും. 9-ാം ഭാവത്തിൽ പൗർണമി കഴിഞ്ഞ് പിറ്റേന്നാൾ ഉള്ള ചന്ദ്രനാണ്. ചന്ദ്രൻ ബലവാനാണ്. അതിനാൽ സൗഭാഗ്യങ്ങളും സന്താനശ്രേയസ്സും സുഹൃത്തുക്കളും ഒക്കെ ഭജിക്കും, പ്രാപിക്കുമെന്ന നല്ലൊരു ഫലമാണ് പറഞ്ഞിരിക്കുന്നത്. ഈ കുംഭം രാശി ആത്മീയമായ വിഷയത്തിൽ വളരെയധികം ഫലങ്ങൾ നൽകുന്നൊരു രാശിയാണ്. ഇവിടെ 4-ൽ വ്യാഴമാണ്. സുഖി. ഈ കുംഭൻ രാശിക്കാർക്ക് ഈ വർഷം വിഷു വർഷം ഈ കുംഭം ലഗ്നം ജനറലായി വന്നതുകൊണ്ട് ആത്മീയമായ സുഖങ്ങളിൽ വളരെയധികം അറിവ് ലഭിക്കുവാനും യാത്ര ചെയ്യുവാനുമുള്ള ഒരു സൗഭാഗ്യം പ്രദാനം ചെയ്യും. ഗൃഹം, ഗൃഹനിർമ്മാണങ്ങൾ, ഭൂമി വാങ്ങൽ, ഇതൊക്കെ തന്നെ ഈ വിഷുവർഷത്തിൽ നടക്കും. വിവാഹ വിഷയം വളരെ നന്നായിട്ട് നടക്കും. ഇവിടെ കുംഭലഗ്നത്തിൻ്റെ 7-ാം ഭാവാധിപത്യമുള്ള ഗ്രഹം ആരാകുന്നു? സൂര്യനാകുന്നു. സൂര്യൻ ഉച്ചസ്ഥനാകുന്നു. യാത്ര പുറപ്പെടുന്നവർക്ക് വളരെ അനുകൂലമായിരിക്കും. ദാമ്പത്യ ശ്രേയസ് വളരെയധികം അനുകൂലമായിട്ട് വരും. വളരെ നല്ല വാക്കുകൾ ഉപയോഗിച്ച് സുവാക്യ, നല്ല വാക്യത്തിലൂടെ, നല്ല വാക്കുകളിലൂടെ സൗഹൃദങ്ങളും ധനപരമായ അഭിവൃദ്ധിയും ഉണ്ടാക്കാൻ ഈ വിഷുവർഷം എല്ലാവരെയും ഉപകരിക്കുന്നതാണ്. ഇത് സാമാന്യ ഫലമാണ്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ചിന്തിക്കേണ്ടുന്നൊരു വിഷയം സന്താന വിഷയത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. കാരണം സന്താനപതിയാഗ്രഹം നീചസ്ഥനാണ്, ബുധൻ ദുർബലമാണ്. അഷ്ടമഭാവത്തിൽ കേതുവുണ്ട്, 6-ാം ഭാവത്തിൽ നീചസ്ഥനായി ചൊവ്വയുമുണ്ട്. അതിനാൽ മക്കളുടെ സന്താനങ്ങളുടെ വിഷയത്തിൽ മാതാപിതാക്കൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു.
നിത്യവും നാം ശ്രവിക്കുന്ന, കേൾക്കുന്ന, കാണുന്ന വാർത്തകൾ അങ്ങേയറ്റം ഭീതിതങ്ങളാണ്, ഭീതി ജനിപ്പിക്കുന്നവയാണ്. അതിനാൽ മക്കളുടെ സ്വഭാവ രൂപീകരണത്തിലും സ്വഭാവ സംസ്കാരത്തിലും വളരെയധികം ശ്രദ്ധ പുലർത്തണം രക്ഷിതാക്കൾ. മക്കളെ കൊണ്ട് ദുഃഖം അനുഭവിക്കുന്ന ഒരു വലിയ ഫലം അന്തർലീനമായി ഈ കുംഭം ലഗ്നം വന്നതിലുണ്ടാകുന്നു. സന്താനപതി നീചസ്ഥനാണ്. അതിൻ്റെ യോഗങ്ങളൊന്നും തന്നെ നല്ലതിനല്ല. അതിനാൽ മക്കളുടെ വ്യക്തിത്വ വികാസത്തിന് പ്രാധാന്യം കൊടുക്കണം. മക്കൾ നമുക്ക് അടങ്ങാത്ത മക്കളാണെങ്കിൽ അവരെ സൈക്കോളജിക്കലി അല്ലെങ്കിൽ മാനസികമായ പിരിമുറുക്കങ്ങൾ അവരിൽ നിന്നും ഒഴിവാക്കുന്ന രീതിയിലുള്ള ചികിത്സകൾ തേടണം. നല്ല ഹീലേഴ്സിനെ നിങ്ങൾ സമീപിച്ചിരിക്കണം. അപ്രകാരം തന്നെ മക്കളുടെ അനാവശ്യമായ രാത്രി യാത്രകൾ, സൗഹൃദങ്ങൾ, ഡ്രഗ്സുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങൾ, ഇതൊക്കെ തന്നെ പ്രിയമുള്ള രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടുന്നു. ഈ ഒരു വിഷു സംക്രമ ഫലത്തിൽ വരുന്ന കുംഭം ലഗ്നമായി വന്നതിനാൽ മറ്റെല്ലാ വിഷയങ്ങളിലും വളരെ അനുകൂലമാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട വിഷയം, സഹോദര ഗുണം വളരെ കുറയുന്നു. കർമ്മമേഖലയിൽ വളരെ ശ്രദ്ധാപൂർവം മാത്രം നീങ്ങുക, അല്ലെങ്കിൽ കർമ്മമേഖലയിൽ അശാന്തത കൈവരുന്ന ഒരു സമയം ഈ രാശിയിൽ കാണുന്നുണ്ട്. ഇപ്പോൾ നാം ചിന്തിച്ച കുംഭം ലഗ്നത്തിന് ബാധാസ്ഥാനത്താണ് ചൊവ്വ നിൽക്കുന്നത്. അതിനാൽ കർമ്മമേഖലയിൽ അശാന്തത, കർമ്മം നഷ്ടപ്പെടുക, ജോലി നഷ്ടപ്പെടുക, ജോലി വിഷയത്തിൽ വളരെയധികം ശ്രദ്ധിക്കുക, ഇങ്ങനെയുള്ള സാമാന്യ ഫലങ്ങൾ നമുക്ക് ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. പിന്നെ വിഷുവിൻ്റെ പ്രാധാന്യം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒക്കെ തന്നെ അറിയാം. വിഷു ഒരു കാർഷികോത്സവമാകുന്നു. മലയാളികൾക്ക് ഒരു പുതുവർഷത്തിൻ്റെ ആരംഭമാകുന്നു വിഷു. വിഷുവെ ആധാരമാക്കിക്കൊണ്ടാണ് നാം എല്ലാവരുടെയും ശുഭാശുഭ ഫലങ്ങൾ ആയിരക്കണക്കിന് ജ്യോതിഷികൾ യൂട്യൂബിലൂടെയും അല്ലാതെയും മാസികകളിലൂടെയും വാരികകളിലൂടെയും പ്രവചിച്ച് വരുന്നത്. വിഷുവിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഈ വിഷുക്കാലത്തുണ്ടാകുന്ന ഫലങ്ങളെല്ലാം തന്നെ ഒരു വർഷത്തേക്ക് അനുകൂലമായോ പ്രതികൂലമായോ വരുമെന്നാണ് ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. അതിനാൽ സസൂക്ഷ്മം നമുക്ക് ഓരോ രാശിക്കാരുടെയും ഈ വിഷു ഫലത്തെ ചിന്തിക്കാം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഈ വർഷത്തെ വിഷുഫല പ്രവചനത്തിലേക്ക് സ്വാഗതം. പ്രിയമുള്ള പ്രേക്ഷകരെ, അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് സൂര്യൻ്റെ ഉച്ചരാശിയിലേക്കുള്ള മേടത്തിലേക്കുള്ള പ്രയാണം, ചാരവശാലുള്ള സഞ്ചാരം എപ്രകാരം മകരം രാശിക്കാർക്ക് ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നു എന്ന കാര്യമാണ്. മകരരാശി എന്നാൽ നിങ്ങൾക്കറിയാം, ഉത്രാട നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴിക, തിരുവോണം, അവിട്ടം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക വരുന്ന 2 നക്ഷത്ര സമൂഹം. ഇവിടെ മകരൻ രാശിക്കാർക്ക് ഇന്ന് രാശിയിൽ ഗ്രഹങ്ങളില്ല. 3-ാം ഭാവത്തിൽ ബുധൻ, ശുക്രൻ, ശനി, രാഹു, 4-ാം ഭാവത്തിൽ സൂര്യൻ, 5-ാം ഭാവത്തിൽ വ്യാഴം, 7-ാം ഭാവത്തിൽ ചൊവ്വ, 9-ാം ഭാവത്തിൽ കേതു, 10-ാം ഭാവത്തിൽ ചന്ദ്രൻ. ഇവിടെ മകരൻ രാശിക്കാർക്ക് രാശി അധിപനായ ശനി ബലവാനായി 3-ൽ നിൽക്കുന്നു. അത് വലിയൊരു ആശ്വാസം തന്നെയാണ്. 7.5 ശനി കഴിഞ്ഞ് ഒരു റിലാക്സ് ചെയ്യേണ്ട സമയമാകുന്നു മകരൻ രാശിക്കാർക്ക്. ഈ 3-ാം ഭാവത്തിൽ ഉപജയ രാശിയിൽ നിൽക്കുന്ന ശനി അത് വളരെ നന്നായിരിക്കുന്നു. തൻ്റെ കർമ്മത്തിനോട് പൂർണ്ണമായും പ്രതിബദ്ധത പുലർത്തുവാൻ കർമാധിപനായ ശുക്രൻ ഉച്ചസ്ഥനായ 3-ാം ഭാവത്തിൽ ശനിയോട് കൂടെ നിൽക്കുന്നു. അതിനാൽ വർക്ക് ഈസ് ഗോഡ്, തൻ്റെ പ്രവർത്തനം അതാണ് ദൈവമെന്ന ധാരണയിൽ തന്നെ മുന്നോട്ട് പോകണം മകരം രാശിക്കാർ. യാത്രയ്ക്ക് വളരെ അനുകൂലമാണ്. പക്ഷേ യാത്രാ തടസ്സങ്ങളുണ്ടാകാം, അതിനെയും നേരിടണം. പലപ്പോഴും കുടുംബ പശ്ചാത്തലത്തിൽ സംഘർഷങ്ങൾ ധാരാളം വരും. കാരണം 4-ാം ഭാവത്തിലാണ് സൂര്യൻ നിൽക്കുന്നത്. സൂര്യൻ 4-ൽ നിൽക്കുമ്പോൾ വിസുഖ പീഡിതമാനസ ചതുർത്ഥേ, സുഖം കുറയും, മനസ്സിന് അങ്ങേറ്റം പീഡ പ്രയാസങ്ങളുണ്ടാകും. ചമത്കാര ചിന്താമണിയിൽ അതിമനോഹരമായാണ് 4-ാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുന്നത് വർണ്ണിച്ചിരിക്കുന്നത്. തുരിയേ ദിനേശ അതിശോഭാധികാരാത് ജനസമ്പ്രജ വിഗ്രഹം ബന്ധുദോപി പ്രവാസി വിഭക്ഷാഹവേ മാനഭംഗം കഥാചിന്ന ശാന്തം ഭവേത്തസ്യ ചേതഹ എന്നാണ് പ്രമാണം പറഞ്ഞിരിക്കുന്നത്. 4-ൽ സൂര്യൻ വരുമ്പോൾ തൻ്റെ അങ്ങേറ്റം ശോഭ കാരണം സ്വന്തം ആളുകളും ജനങ്ങളോടും തന്നോട് കലഹിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശത്രുദോഷം വളരെയധികം വരുന്ന സമയമാണ്. തൻ്റെ പ്രഭാവം
പുറത്ത് കാണിക്കാതിരിക്കുക. തൻ്റെ യാത്ര പോകുന്നത് തന്നെ ആരോടും പറയരുത്. അന്യരുടെ ബാഡ് ഐസ്, ആ ദുഷ്ടദൃഷ്ടി നിങ്ങളുടെ മുകളിൽ പതിക്കും. അതിനാൽ മകരൻ രാശിക്കാർ തങ്ങളുടെ സംരംഭമോ യാത്രയോ പുതിയ ജോലിയോ അതുമായി ബന്ധപ്പെടുന്ന വിളംബരങ്ങൾ ഒന്നും നടത്തരുത്. നടത്തിയാൽ അന്യൻ്റെ ദൃഷ്ടിദോഷം നിങ്ങളെ ബാധിക്കുന്നതാണ്. യാത്ര മുടങ്ങും, ഒരു സംശയവുമില്ല. അതിനാൽ തന്ത്രപൂർവ്വം ഓരോ കരുക്കളും നീക്കുക. നമുക്ക് ശത്രുക്കൾ ആരുമില്ല എന്ന ഭാവനയിൽ സമരസപ്പെട്ട് മുന്നോട്ട് നീങ്ങണം മകരം രാശിക്കാർ. വാഹനാപകടം വളരെ ശ്രദ്ധിക്കണം. ബഹുഭാഗ്യ രാശിയാകുന്നു മകരൻ രാശി. അധോമുഖ രാശിയാണ്. തനിക്ക് കിട്ടുവാനുള്ള കാശ് മറ്റുള്ളവർ തരാതെ തന്നെ ബുദ്ധിമുട്ടിപ്പിക്കും. വാഹനത്തിലൂടെ അപകടം വരും. അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളും സാമ്പത്തിക വിഷയം വരുമ്പോൾ തന്നെ ഉപേക്ഷിക്കും. അതിനാൽ കാശ് കൊടുത്ത് അത് വാങ്ങാൻ വേണ്ടി വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരുന്ന ഒരു സമയമായിരിക്കും മകരം രാശിക്കാർക്ക്. ഇവിടെ 7ാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വ മകരൻ രാശിക്കാരുടെ യാത്രയെയും വിവാഹ തീരുമാനങ്ങളെയും ഒക്കെ തകിടം മറിക്കാനുള്ള അവസ്ഥയുണ്ട്. മകരൻ രാശിക്കാർക്ക് ചൊവ്വ ആരാകുന്നു? ബാധാധിപനാകുന്നു. 11ാം ഭാവം മകരൻ രാശിക്ക് ഭാവാധിപത്യമുണ്ട് ചൊവ്വയ്ക്ക്. വിവാഹ സ്ഥാനത്ത് ചൊവ്വ നിൽക്കുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ വരും. സ്ത്രീവിർഗത പരിഭവം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്ത്രീകൾക്ക് തന്നോട് പരിഭവം ഉണ്ടാകും. ദാമ്പത്യത്തിൽ വളരെയധികം ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന അവസ്ഥ സംജാതമാകും. 7ാം ഭാവത്തിൽ ചൊവ്വ വരുമ്പോൾ ഫലം തന്നെ ചമത്കാര ചിന്താമണി പറഞ്ഞിരിക്കുന്നതും ഇപ്രകാരമാണ്. അനുദ്വാരഭൂതേന പാണിഗ്രഹേന പ്രയാണേന വാണിജ്യതോ ന നിവൃത്തി. വ്യാപാരം ഹേതുവായിട്ടും വിവാഹം ഹേതുവായിട്ടും ഒരിക്കലും എന്തുണ്ടാവുകയില്ല, നിവൃത്തി ഉണ്ടാവുകയില്ല. ഓരോ വാതിലുകളും മുട്ടേണ്ടി വരും. വരനാണെങ്കിൽ വധുവുണ്ടോ വധുവുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് വധുവിനെ വേണ്ടി അന്വേഷിക്കേണ്ടി വരും. അപ്രകാരം തന്നെയാണ് വ്യാപാര വിഷയത്തിലും. മുഹൂർഭംഗത സ്പർദ്ധിനാം മേദിനിജഹ. 7ൽ ചൊവ്വ വരുമ്പോൾ ശത്രുക്കൾ തന്നെ വളരെയധികം ഉപദ്രവിക്കുമെന്ന ഫലം പറഞ്ഞിരിക്കുന്നു. പ്രഹാരാർദ്ധനേഹി, ശത്രുക്കളുടെ പ്രഹാരം കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടുകൾ വരും. സപ്തമേ ദമ്പതി ഭാര്യ ഭർത്താക്കന്മാർക്ക് രോഗാദി അരിഷ്ടതകൾ വരും. അപ്രകാരം തന്നെ യാത്രക്ക് വളരെയധികം തടസ്സം വരും. അതിനാൽ ശത്രുദോഷം നിർബന്ധമായും ഈ വർഷത്തിൻ്റെ ആരംഭത്തിൽ, വിഷുവർഷത്തിൻ്റെ ആരംഭത്തിൽ ചൊവ്വാഴ്ചകളിൽ ചെയ്യണം. രക്തപുഷ്പാഞ്ജലി, കടുംപായസം, ശത്രു സംഹാരമുട്ട്, നാളികേരം കൊണ്ട് ശത്രുമുട്ടും ചെയ്യണം. ജൂൺ 6 വരെ വളരെയധികം ശ്രദ്ധയോടുകൂടി ഈ കർമ്മങ്ങൾ നിങ്ങൾ ചെയ്തേ മതിയാവുകയുള്ളൂ. എന്നാൽ മാത്രമേ താൽക്കാലികമായ കർമ്മ പ്രതിസന്ധികളിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ. പഠിതാക്കൾക്ക് നല്ല സമയമാണ്. വിദേശത്ത് പോകാം, യാത്ര ചെയ്യാം, സ്കോളർഷിപ്പുകൾ ലഭിക്കും. അങ്ങനെ പഠിതാക്കൾക്ക് വളരെ അനുകൂലമായ സമയമാണ്. തങ്ങളുടെ മക്കൾ പഠിക്കാൻ പോകട്ടെ, അവർക്ക് സ്കോളർഷിപ്പ് അല്ലെങ്കിൽ ബാങ്ക് ലോണൊക്കെ തരപ്പെടുത്താൻ നിങ്ങൾ ഉത്സാഹിച്ചിറങ്ങണം മകരൻ രാശിക്കാർ. വിദ്യാർത്ഥികളാണെങ്കിൽ ആലസ്യം മറന്ന് അതിൻ്റെ പിറകെ നടക്കണം. സ്വതവേ ആലസ്യം ഇച്ചിരി കൂടിയ രാശിയാണ് മകരൻ രാശിക്കാർ. അലസഹ എന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു. ആലസ്യം വെടിഞ്ഞാൽ മാത്രമേ ലൈഫിൽ, ജീവിതത്തിൽ പുരോഗതി ഉണ്ടാവുകയുള്ളൂ. രക്ഷിതാക്കളും ആലസ്യത വെടിഞ്ഞ് മുന്നോട്ട് നീങ്ങണം മക്കൾക്ക് വേണ്ടി. തങ്ങളുടെ മക്കൾ യാത്ര പോവുകയാണ്, അവർക്ക് സ്കോളർഷിപ്പ് ലഭിക്കുകയാണ് എന്നൊന്നും ഒരു ബന്ധുക്കളോടും പറയാൻ പാടില്ല. കണ്ണുകടി വരും അവിടെ. അതാണ് 4ൽ സൂര്യൻ വരുമ്പോഴുണ്ടാവുന്ന ഫലം. 5ൽ വ്യാഴമാണിപ്പോൾ. അതിനാൽ തങ്ങൾക്ക് ചെയ്യേണ്ടുന്ന പ്രവൃത്തികളൊക്കെ തന്നെ മകരൻ രാശിക്കാർ ഈ വ്യാഴത്തിൻ്റെ മാറ്റം മെയ് 15-നിടയിൽ തന്നെല്ലാം ചെയ്തു തീർക്കണം. അതിനുള്ള തടസ്സങ്ങൾക്കാണ് പരിഹാരം ഞാൻ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും യാത്രായോഗമുണ്ട്. ദോഷങ്ങൾ മാറുമ്പോൾ യാത്ര ചെയ്യാം. 10ാം ഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുന്നു. വളരെ ശക്തനായിട്ടാണ് 10ാം ഭാവത്തിൽ യാത്രാപതിയായ ചന്ദ്രൻ നിൽക്കുന്നത്. സുഖം ബാന്ധവേഭ്യ, ബന്ധുക്കൾക്ക് സുഖസൗകര്യങ്ങൾ, സമാധാനമൊക്കെ ഉണ്ടാകും. ഖഗേ ധർമ്മകർമ്മ സമുദ്രാംഗജേ ശം നരേശാദിതോപി, രാജാവിൽ നിന്നും അധികാരികളിൽ നിന്നും തനിക്ക് പദവി ലഭിക്കും, ഉത്തരവാദിത്തങ്ങൾ ലഭിക്കും 10ൽ ചന്ദ്രൻ നിൽക്കുമ്പോൾ. ഇവിടെ കർമ്മപതിയായ ശുക്രനാണ് ഉച്ചസ്ഥനായി 3ാം ഭാവത്തിൽ നിൽക്കുന്നത്. അതിനാൽ തൻ്റെ ഉത്സാഹത്തോടു കൂടി മുന്നോട്ടിറങ്ങുകയാണെങ്കിൽ ജോലിയിലൊക്കെ വലിയ മാറ്റങ്ങളൊക്കെ ഈ മെയ് 15 ആകുമ്പോഴേക്കും വരും. അതിനുവേണ്ടി വളരെയധികം ഉത്സാഹിക്കുക. ദേശം വിട്ടു പോകുവാനും 4ലെ സൂര്യൻ സപ്പോർട്ട് ചെയ്യും. ഹൃദസംബന്ധമായ ബുദ്ധിമുട്ടുകൾ ശ്രദ്ധിക്കണം. കൊളസ്ട്രോൾ ആധിക്യം വരുന്ന സമയമാണ്. അനാവശ്യമായ ടെൻഷൻ, ഹാർട്ട് ബീറ്റ്, നെഞ്ചിടിപ്പ് വളരെ കൂട്ടും ഈ മകരൻ രാശിക്കാർക്ക്. അതിനാൽ ഈ വിഷു വർഷക്കാലം
തുടക്കം, ആരംഭം, ഈ രീതിയിലുള്ള ചെറിയ ചെറിയ ആരോഗ്യ പ്രയാസങ്ങൾ ശ്രദ്ധിക്കണം. യൂറോളജി, മൂത്രാശയവുമായി ബന്ധപ്പെടുന്ന ക്ലേശങ്ങളും ശ്രദ്ധിക്കണം. ദാമ്പത്യ വിഷയത്തിൽ ബുദ്ധിമുട്ടുകൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതിനാൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ ഐക്യമത്യ അർച്ചന ചെയ്യണം മകരൻ രാശിക്കാർ. അങ്ങനെ ചെറിയ ചെറിയ ദോഷങ്ങൾക്കൊക്കെ പരിഹാരം ചെയ്താൽ മകരൻ രാശിക്കാർക്ക് വളരെ അനുകൂലമായി കാര്യങ്ങൾ നീങ്ങുന്ന ഒരവസ്ഥ ആസന്ന ഭാവിയിൽ തന്നെ ഉണ്ടാകും. അധികം കാത്തിരിക്കേണ്ട ആവശ്യമില്ല. ലഗ്നാധിപനായ മകരൻ രാശിയുടെ അധിപനായ ശനി അതിശക്തമായി 3-ാം ഭാവത്തിൽ നിൽക്കുന്നു. മതിവിക്രമവാൻ എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. തൻ്റെ ബുദ്ധിയും വിക്രമവും സംയോജിപ്പിക്കുക. ഇവിടെ ധാരാളം ഗുണങ്ങൾ വരും. പൂർവികമായി പാരമ്പര്യവുമായി ബന്ധപ്പെടുന്ന പല ദൗത്യങ്ങളും ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുക്കേണ്ട യോഗം വരും. പല ക്ഷേത്രങ്ങളുടെ അധികാരസ്ഥാനങ്ങൾ തൻ്റെ കാരണവർമാർ, അപ്രകാരം തന്നെ തൻ്റെ അച്ഛനുമായി ബന്ധപ്പെടുന്ന പാരമ്പര്യമുള്ള ക്ഷേത്രത്തിൻ്റെ അവകാശം തൻ്റെ മുകളിൽ വരും. അത് ഏറ്റെടുക്കണം. അപ്പോഴാണ് ബന്ധുക്കൾക്കും ജനങ്ങൾക്കും തന്നോട് കണ്ണുകടി വരിക. അതിന് പരിഹാരം ഞാൻ പറഞ്ഞു. അതിനാൽ ദൗത്യങ്ങൾ ഏറ്റെടുക്കൂ. വിദേശത്ത് സഞ്ചരിക്കുവാനും ഈ മേൽപ്പറഞ്ഞ രീതിയിലുള്ള ചെറിയ ചെറിയ ദോഷങ്ങൾക്കൊക്കെ പരിഹാരങ്ങൾ ചെയ്താൽ അത് നാളികേരം കൊണ്ട് ശത്രുമുട്ടി ചെയ്യുക, അതേ രീതിയിൽ ദേഹമുട്ടി ചെയ്യുക. ചെറിയ അരിഷ്ടതകൾ, പല്ലുകൾക്ക് റൂട്ട് കനാൽ ചെയ്യേണ്ടുന്ന സമയവും കൂടിയാണ്. യൂറോളജി ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു. എല്ലാ പ്രിയപ്പെട്ട മകരൻ രാശിക്കാർക്കും അതിശോഭനമായ നല്ല ഒരു വിഷുവർഷക്കാലത്തെ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.